ഇവനാണ് സൈഫുള്ള കസ്സൂരി. ഇന്നലെ കാശ്മീരിൽ നമ്മുടെ 27 സഹോദരങ്ങളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്തത് ഇവനാണെന്നാണ് പറയുന്നത്. ഹിസ്ബുള്ളയുടെ തീവ്രവാദി സംഘത്തിലുള്ള തലവനാണിവൻ. ഇവൻ്റെ നെറ്റിയിലെ നിസ്കാര തഴമ്പ്. ഈ നായിയൊക്കെ എന്തിനാണ് നിസ്കരിക്കുന്നതെന്ന് എനിക്കറിയില്ല. 5 നേരം നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും അല്ലെങ്കിൽ പടച്ചോനോട് സുജൂദ് ചെയ്യുന്ന ഒരു മുസൽമാനും മറ്റ് മതസ്ഥരായ സഹോദരങ്ങളെ കൊല്ലാനോ അവരെ സ്വത്ത് പിടിച്ചു പറിക്കാനോ നിൽക്കില്ല. മനസ്സിലായോ? ഒരു മുസ്ലിമും ചെയ്യില്ല. പക്ഷേ ഇവനെപ്പോലുള്ളവർ മുസ്ലിമല്ല, തീവ്രവാദികളാണ്, തീവ്രവാദി സംഘങ്ങളാണ്. ഇവനൊന്നും ഇസ്ലാമെന്ന് പറയാൻ പറ്റില്ല. ഇവനൊന്നും ഇസ്ലാം പഠിച്ചിട്ടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഈ സഹോദരനാണ്. കാശ്മീരിൽ പടഞ്ഞു വീഴുന്ന സഹോദരങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദികൾ വെടിയുയർത്തുമ്പം അവരുടെ തോക്ക് പിടിച്ചു മേടിച്ച് അവരോട് ഫൈറ്റ് ചെയ്ത് നിന്ന് 20 മിനിറ്റോളം ഫൈറ്റ് ചെയ്ത് നിന്ന് അവസാനം അവരുടെ വെടികൊണ്ട് മരിച്ച ഈ സഹോദരനാണ് യഥാർത്ഥ മുസ്ലിം. കാശ്മീരിയാണവൻ. സ്വന്തം കുടുംബത്തിനെ നോക്കാൻ വേണ്ടി സ്വന്തം കുതിരയുമായിട്ട് രാവിലെ ഇറങ്ങുന്ന ഈ മനുഷ്യൻ, ഇവനാണ് യഥാർത്ഥ മുസ്ലിം. ഇവനൊന്നും മുസ്ലിമല്ല. ഇവനൊക്കെ കൊടും വർഗീയ തീവ്രവാദികളാണ്. ഇന്ത്യൻ പട്ടാളത്തിനോടൊരു അപേക്ഷയുള്ളൂ, ഇവനെയൊക്കെ ജീവനോടെ കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവരണം. ഇന്ത്യയിൽ കൊണ്ടുവന്ന് നടു റോട്ടിൽ കെട്ടിത്തൂക്കി ജനങ്ങളെ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലിക്കണം ഇവനെല്ലാം. ഇവനെപ്പോലുള്ള വർഗീയവാദികളാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ഇവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം. അതായത് മതം നോക്കി വെടിവെച്ചവനെ തല നോക്കി വെടിവെക്കണം ഇന്ത്യൻ പട്ടാളം. അത് ചെയ്തിരിക്കും. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളം അങ്ങനെയാണ്. അവൻ്റെ ഉമ്മാടെ ഗർഭപാത്രത്തിൽ പോയി വെടിയുതിർത്തിരിക്കും നമ്മുടെ ഇന്ത്യൻ പട്ടാളം.